കഴിഞ്ഞ ദിവസമായിരുന്നു പി ദിവ്യയെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ പറയുന്നത് പോലെ CPM-ന്റെ ഭാഗത്ത് നിന്നും പി ദിവ്യയെ പൂർണ്ണമായും എല്ലായിടത്തു നിന്നും മാറ്റി നിർത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി ദിവ്യയ്ക്ക് സീറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വലിയ ചർച്ചകൾക്കായിരുന്നു വഴിവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് പി ദിവ്യ പറഞ്ഞത് ഇത്രത്തോളം CPM സഹായിച്ച മറ്റൊരു വ്യക്തി പാർട്ടിക്കകത്തില്ല എന്നുള്ളതാണ്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യാഥാർത്ഥ്യം തന്നെയാണെങ്കിൽ പോലും പിന്നെ ഇത്രയും വർഷം ഞാൻ ഈ ഒരു സ്ഥാനത്തിരുന്ന് കഴിഞ്ഞതാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഇനി മത്സരിക്കാൻ താല്പര്യമില്ല, ഇങ്ങനെ പറഞ്ഞായിരുന്നു ആ ഒരു അവസരത്തെ പി ദിവ്യ ന്യായീകരിച്ചു വിട്ടത്. പക്ഷേ ഇന്നിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ CPM വീണ്ടും പി ദിവ്യക്കെതിരെ തിരിയുമ്പോൾ അത് യഥാർത്ഥത്തിൽ കണ്ണൂർ കൈവിട്ടു പോകുമെന്നും അല്ലെങ്കിൽ കണ്ണൂരിൽ പി ദിവ്യയുടെ സാന്നിധ്യം തീർച്ചയായും തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികൾ സമ്മാനിക്കുമെന്നുള്ള ഭയമാണോ CPM-ന്? നമുക്കറിയാം കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂരിന്റെ രാഷ്ട്രീയം എങ്ങനെയാണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കണ്ണൂർ എപ്പോഴും നിന്നിട്ടുള്ള ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെയാണ്. പക്ഷേ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. CPM ഉത്തരം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പി ദിവ്യ തന്നെയായിരുന്നു. പി ദിവ്യ അവിടേക്ക് കയറി വന്നിട്ട് അവിടെ കളക്ടർ പോലും പറയേണ്ട ആവശ്യം വന്നില്ല. അവര് ഒറ്റയ്ക്ക് വന്നിട്ട് അവർ ആ ഒരു തൻ്റെ ഇടമല്ല, അവർ ആ ഒരു ധാർഷ്ട്യം, ആ ധാർഷ്ട്യത്തിന് പുറത്ത് നവീൻ ബാബുവിനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിച്ചതിന് ശേഷം അവർ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മാനനഷ്ടം ഉണ്ടാക്കുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അവിടെ പി ദിവ്യയാണ് കുറ്റക്കാരി എന്ന് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നവരും കേട്ടു നിന്നവരും എല്ലാം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ CPM പി ദിവ്യയെ സംരക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡാണ് പിന്നീട് എടുക്കുന്നത് നമ്മൾ കണ്ടത്. CPM-നെ സംബന്ധിച്ച് CPM-ന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്യുന്ന ആരാണെങ്കിലും CPM സംരക്ഷിക്കും. അതിനി കൊലപാതകിയാണെങ്കിലും സ്ത്രീപീഡകരാണെങ്കിലും വലിയ രീതിയിൽ അഴിമതി നടത്തിയ ആരാണെങ്കിലും CPM-ന് വേണ്ടിയിട്ടാണോ, CPM-ന് വേണ്ടിയിട്ട് ജീവനും ജീവിതവും കളഞ്ഞു വന്നിട്ടുള്ള ആളുകളാണോ, CPM സംരക്ഷിക്കും. പക്ഷെ കോൺഗ്രസ് പാർട്ടിയോ BJP ഒന്നും അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് അവരുടെ മുഖം ആ സമയത്ത് രക്ഷിക്കുക, ഇവരെ എങ്ങനെയെങ്കിലും പുറത്താക്കുക. പിന്നെ ഗ്രൂപ്പ് സംവിധാനങ്ങളുണ്ടല്ലോ. അല്ല, അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോൾ CPM-ന് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നവരെയും സംരക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇപ്പോൾ ഒരാളുടെ ജീവൻ എടുക്കുക അല്ലെങ്കിൽ ഒരാളെ ക്രൂരമായി മർദ്ദിക്കുക, ഇപ്പോൾ TP വധക്കേസ് പോലെയുള്ള കേസുകളിൽ 51 വെട്ടിക്കൊണ്ടാണ് ഒരു വ്യക്തിയെ പൂർണ്ണമായും ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് പോലും ഈ പ്രതികളെ തന്നെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഇവരെന്ത് ജനങ്ങൾക്ക് വേണ്ടി എന്ത് പാർട്ടി എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ക്രമസമാധാനമാണ് മുൻതൂക്കം നൽകേണ്ടത്. കണ്ണൂർ പോലെ ഒരു ജില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വളരാത്തതിന് പ്രധാന കാരണം ഇത്തരത്തിലുള്ള ഒരു ഭയം തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തൊക്കെയാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് സ്വന്തമായിട്ട് തീവ്രത അളക്കുന്ന കോടതിയുണ്ട്, സ്വന്തമായിട്ട് പോലീസുണ്ട്. അതെ, തീർച്ചയായിട്ടും പോലീസായിട്ട് വനിതാ സംരക്ഷണ സമിതിയുണ്ട് തീവ്രത അളക്കാൻ വേണ്ടിയിട്ട്. നീ എന്ത് വിഷയമാണെങ്കിലും, പീഡനമാണെങ്കിൽ പോലും അതിന്റെ തീവ്രത എത്രത്തോളം അളക്കാനുണ്ട് എന്ന് കഴിയുന്ന കൃത്യമായിട്ട് ബോധ്യമുള്ള ആളുകൾ പാർട്ടിക്കുള്ളിലുണ്ട്. അതാണ് CPM-നെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. അല്ല ഹർഷ പറയുന്നത് പോലെ ജനാധിപത്യമൊന്നുമല്ല, പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം ഉണ്ടെന്നേ. പിണറായി സഖാവ് പറയുന്ന ജനാധിപത്യത്തിന്മേൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് നിലവിലുള്ളത്. അവർക്ക് കൃത്യമായിട്ട് തീവ്രത അളക്കുന്ന ആളുകളും തീവ്രത അളക്കുന്ന മിഷേനുകൾ വരെ CPM പുതിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വരില്ലല്ലോ ഈ ജനാധിപത്യമൊന്നും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ പി ദിവ്യ ആണെങ്കിലും ആരാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പട്ടിണി പാവങ്ങളുടെ പാർട്ടിയാണ്. അതിനു വേണ്ടിയിട്ട് നിലയുറപ്പിച്ച് നിൽക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് ആരാണ്? CPM തന്നെയാണ്. അവിടെ പാർട്ടി എങ്ങനെയാണ് അവരെ സംരക്ഷിക്കുന്നത്? അവരുടെ തീവ്രത ആണെന്ന് നോക്കും. പാർട്ടിയിൽ എത്രത്തോളം അവർക്ക് കൂറുണ്ട്, ആ തീവ്രതക്ക് അവർക്ക് മാർക്കിട്ട് അവരെ സംരക്ഷിക്കണോ വേണ്ടയോ എന്നുള്ള അവസാന നീക്കത്തിലേക്ക് എത്തും. അതൊരു ജനാധിപത്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് ഏകാധിപത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ജനാധിപത്യം എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ പറയരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു പങ്ക് വാങ്ങിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടി ഇങ്ങനൊന്നും കളിയാക്കരുത്, ആക്ഷേപിക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ ജനാധിപത്യം എങ്ങനെയാണ്? ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പോലും തീവ്രത അളന്നതിന് ശേഷം പാർട്ടിയിലുള്ള എല്ലാവരും കൂടെ ആലോചിക്കും, പാർട്ടിയിൽ ഇത്രയും കൂറുള്ള തീവ്രമായിട്ടുള്ള നേതാവാണ്, ഈ നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നേതാക്കന്മാരെല്ലാം കൂടെ കൂടിയിരുന്ന് തീരുമാനിക്കുന്നത് ഈ നേതാവിനെ സംരക്ഷിക്കണം. അവിടെയാണ് ജനാധിപത്യം. അല്ലാതെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവൻ കുറ്റം ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് വേണ്ട, ഇവനൊന്നും വേണ്ട. അതാണോ ജനാധിപത്യം? അതല്ലേ ഏകാധിപത്യം? കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിന് വിഷയത്തിൽ കാണിച്ചത് ഒറ്റ ഇതിന് ഷട്ടപ്പ്.
ഇനി ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം പാർട്ടിയായിട്ടൊരു ബന്ധമില്ല, പാർട്ടിയിൽ ഉണ്ടാവുകയില്ല, കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു. ഇതാണ് ജനാധിപത്യം. അത് ഏകാധിപത്യമല്ലേ ഒറ്റയടിക്ക് പുറത്താക്കുന്നത്? അതെ, ഇപ്പോ യഥാർത്ഥത്തിൽ CPM ആണ് ജനാധിപത്യ പാർട്ടിയെ മുന്നോട്ട് പോകേണ്ടത്. ഇത്തരത്തിലാണെങ്കിൽ CPM തന്നെയാണ് ഇനി അടുത്ത തവണ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ച് കയറേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണമാണെങ്കിൽ പോലും നവീൻ ബാബു മടിയുറച്ച ഒരു ഒരു എന്താ പറയുക, ഇടത് സർക്കാരിനെ എത്രത്തോളം വിശ്വസിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് തീവ്രത കുറവായിരുന്നു. മനസ്സിലാക്കേണ്ട ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള ചടുല നീക്കങ്ങളുണ്ട്. ആ ചടുല നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തീവ്രത അളന്ന് നോക്കിയപ്പോ നവീൻ ബാബുവിനേക്കാൾ കൂടുതൽ തീവ്രത ഉള്ളത് PP ദിവ്യയ്ക്കാണ്. അങ്ങനെയെങ്കിൽ ആ തീവ്രത ഇപ്പോൾ കുറഞ്ഞു എന്ന് തോന്നിയത് കൊണ്ടാണോ അവർ നിലനിന്നിരുന്ന ആ ഒരു ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ മാറ്റം നിർത്തി CPM പാർട്ടി തന്നെ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്? അത് അങ്ങനെ തന്നെയാണ്. പാർട്ടി എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു 2-3 മാസം കൂടുമ്പോൾ തോറും എല്ലാവരുടെയും തീവ്രത അന്വേഷിച്ച് നടക്കും. അപ്പൊ തീവ്രത കൂടിയ സഖാവാണെങ്കിൽ മാത്രം നിലനിർത്തും, അല്ലാത്ത സഖാക്കന്മാരെ എല്ലാം പാർട്ടി മാറ്റും. കാരണം പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയിൽ തീവ്രമായിട്ട് നിൽക്കുന്ന തീവ്ര നേതാക്കന്മാർ മാത്രമേ പാർട്ടിയിലുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ പറയുന്ന മറ്റൊരു നിരയെ ഉയർത്തി കാണിക്കാൻ സാധിക്കാത്ത നിലയിൽ ഈ പറയുന്ന വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മ പോലും ഇല്ലാത്ത പല നേതാക്കന്മാരും വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടിക്ക് നീങ്ങേണ്ടി വന്നത്. കാരണം സ്ഥാനാർത്ഥികളെ കിട്ടാൻ കഷ്ടപ്പാട്. സ്ഥാനാർത്ഥിയെ കിട്ടാൻ CPM ഇല്ലെന്നാണോ ഹർഷ പറയുന്നത്? 1000 സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷെ തീവ്രത അളക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥികളെക്കാൾ തീവ്രത ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്കുണ്ട്. അവർ കഴിഞ്ഞ കാലങ്ങളിൽ അവർ MLA-മാരായിരുന്നു, MP-മാരായിരുന്നു, മന്ത്രിമാരായിരുന്നു, പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിന്നിരുന്ന ആളുകളായിരുന്നു. പക്ഷെ ഇന്ന് വരുന്ന ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ തീവ്രമായിട്ട് പാർട്ടിയിൽ തീവ്രത അളക്കുന്ന മിഷനുണ്ട്. മിഷൻ വെച്ച് അളന്ന് നോക്കുക, തീവ്രത കൂടിയത് കൊണ്ട് മാത്രമാണ് നേതാക്കന്മാർ നിലനിന്ന് പോകുന്നത്. നമ്മൾ ക്രിക്കറ്റിലൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ തവണയും ടെസ്റ്റ് ചെയ്ത് അവർക്ക് ഫിസിക്കൽ എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ അവരെ നിർത്തത്തുള്ളൂ. അതേപോലെയാണ് പാർട്ടിയിൽ ഇപ്പോഴും നേതാക്കന്മാർ എന്തുകൊണ്ടാണ് നിലനിന്ന് പോകുന്നത്? തീവ്രത അളക്കുമ്പോൾ അവർക്കാണ് തീവ്രത കൂടുതൽ, മാർക്ക് കൂടുതൽ അവർക്കാണ്. അതുകൊണ്ടാണ് അവരെ പാർട്ടിയിൽ നിർത്തിയിട്ടുള്ളത്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതെല്ലാം പാർട്ടിയുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിലനിൽക്കുന്ന കാര്യമാണ്, പാർട്ടിയുടെ കാര്യമാണ് എന്നെല്ലാം പറയും. പക്ഷെ അതിനപ്പുറത്തേക്ക് സർക്കാർ സംവിധാനത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, സർക്കാർ സ്വന്തമായിട്ട് സർക്കാരിന് വനിതാ കമ്മീഷനുണ്ട്, പോലീസ് കമ്മീഷനുണ്ട്, ഇത്തരത്തിലുള്ള കമ്മീഷനുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ കമ്മീഷനെ നിയന്ത്രിക്കുന്ന ആരാണ്? പാർട്ടിയിൽ തീവ്രത കൂടിയ ആളുകൾ മാത്രമേ ഈ കമ്മീഷൻ നിയന്ത്രിക്കുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ അത് ജനാധിപത്യ ബോധമുള്ളത് കൊണ്ടല്ലേ, പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ളത് കൊണ്ടാണ് ഒരു ജോലി കൊടുക്കുമ്പോൾ പോലും തീവ്രത അളന്ന് കൊടുക്കുന്നത്. പിൻവാതിൽ നിയമം ആലോചിച്ചു, ഒരാൾ പഠിച്ച് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് അയാൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ അയാളെക്കാൾ തീവ്രതയുള്ള ഒരു നേതാവിനെ കാണുമ്പോൾ ആർക്ക് ജോലി കൊടുക്കേണ്ടി വരും? പാർട്ടിയെ സംബന്ധിച്ച് തീവ്രത കൂടുതൽ നേതാവിനാണ്. ആ തീവ്രതയ്ക്കനുസരിച്ച് അദ്ദേഹം പിൻവാതിലൂടെ അവരെ കയറ്റുന്നു. അതിൽ എന്താണ് തെറ്റ്? അതൊരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമല്ലേ? തീവ്രത കൂടിയവർക്ക് മുൻഗണന കൊടുക്കണം. നമ്മൾ പരീക്ഷയിലൊക്കെ മാർക്ക് കൂടുതലുള്ളവർക്കെല്ലാം നമ്മൾ സീറ്റ് കൊടുക്കത്തുള്ളൂ. കൈക്കരുത്തും ഇതും കാണിച്ചെന്ന് കരുതി എല്ലാവർക്കും പിടിച്ച് സീറ്റ് കൊടുക്കും? ഇല്ലല്ലോ. അപ്പൊ അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്, രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ പോലും. ഇപ്പോൾ വനിതാ കമ്മീഷൻ ആണെങ്കിൽ പല വിഷയങ്ങൾ ഇടപെടുന്നത് നോക്കൂ, തീവ്രത നോക്കിയിട്ടാണ്. കേരളത്തിലെ വനിതാ കമ്മീഷൻ ഇന്നത്തെ കേരളത്തിലെ പല കേസുകളിലും ഇടപെടുന്നത് എങ്ങനെയാണ്? തീവ്രത നോക്കി മാധ്യമങ്ങളിലൊക്കെ കാണിക്കും, ഈ കേസ് തീവ്രത കൂടിയ കേസാണ്, ഇത് വനിതാ കമ്മീഷൻ എന്തിയെന്ന് 3 വട്ടം എടുത്തു ചോദിക്കണം. നമ്മൾ കോടതിയിലൊക്കെ ഹാജർ എന്ന് പറഞ്ഞ് പണ്ട് കാണത്തില്ലേ, അതേപോലെ ഇത് തീവ്രത കൂടിയതാണ് 3 വട്ടം കേട്ട് കഴിഞ്ഞാൽ വനിതാ കമ്മീഷൻ കേസെടുക്കും. അങ്ങനെയാണ് പുതിയ വനിതാ കമ്മീഷന്റെ ഒക്കെ രീതി. പോലീസിന്റെ ആണെങ്കിലും പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ കേസ് തീവ്രത കൂടിയ കേസാണ് എന്ന് മാധ്യമങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു 3-4 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പിന്നെ കേസെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ട് കേസെടുക്കും. അതെന്തുകൊണ്ടാ? പാർട്ടിയെ സംബന്ധിച്ച് അത് തീവ്രമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പാർട്ടിയെ ഹർഷയെ പോലുള്ള ഒരാള്, മുതിർന്ന ജേർണലിസ്റ്റുകളൊന്നും കളിയാക്കരുത്.